Hello, welcome to yet another video of mine. സോ ഈ വീഡിയോയിൽ മെയിനായിട്ട് എൻ്റെ ഒരു ട്രിപ്പിനെ കുറിച്ചായിരിക്കും പറയണത് ഞാൻ. സോ അന്നത്തെ ഞാൻ പോയ ട്രിപ്പ് ബാക്ക് ഇൻ 2023 പോയ ട്രിപ്പിൻ്റെ കുറച്ച് ബിറ്റ്സ് ആൻഡ് കട്ട്സ് ഒക്കെ ആയിരിക്കും ഞാനിതിൽ ആഡ് ചെയ്തിട്ട് ഇതിനെക്കുറിച്ച് പറയുന്നത്. ഓക്കെ, സോ ദിസ് ഈസ് എ ന്യൂ വീഡിയോ ആൻഡ് ട്രിപ്പ് എങ്ങോട്ടാന്ന് അറിയണ്ടേ? വേറെ എങ്ങോട്ടുമല്ല, ഞാനൊരു സോളോ ട്രിപ്പ് പോയതാണ് ടു മേഘാലയ. So welcome to my channel everybody. So ഞാൻ ഈ വീഡിയോസിനൊക്കെ വോയിസ് ഓവർ കൊടുക്കുമ്പോൾ എനിക്കറിയില്ല എന്താ പറയേണ്ടതെന്ന്. ഈ ഒരു ട്രിപ്പ് എൻ്റെ വൺ ഓഫ് ദ മോസ്റ്റ് മെമ്മറബിൾ ഫസ്റ്റ് ടൈം ഞാൻ സോളോ പോയൊരു ട്രിപ്പാണ്. സോ ഭയങ്കര മെമ്മറബിൾ ആയിരിക്കും ഈ ട്രിപ്പ്. പക്ഷെ സോളോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ കൂടെ എനിക്കൊരു ഡ്രൈവർ ഉണ്ട്. സോ ഞാൻ പുള്ളീനെ കോണ്ടാക്ട് ചെയ്ത് അങ്ങനെ ഒരു ഡ്രൈവർ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. കാരണം അവിടെ ബസ്സും എങ്ങനെ ട്രാവൽ ചെയ്യണമെന്നും ഒന്നും അറിയില്ല. സോ ഞാൻ എപ്പോഴും ഒരു ഡ്രൈവറിനെ കൂടെ നിർത്തിയിട്ടായിരുന്നു ട്രാവൽ ചെയ്തുകൊണ്ടിരുന്നത് ഒരു ക്യാബിൽ. അപ്പോൾ നിങ്ങളിപ്പോൾ ഈ കാണുന്ന വീഡിയോയിൽ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും എത്ര ബ്യൂട്ടിഫുൾ ആണ്. നമ്മുടെ കേരളത്തിൻ്റെയൊക്കെ ഒരു സിസ്റ്ററും ബ്രദറൊക്കെ ആയിട്ട് വരും ഏകദേശം. പക്ഷേ ഭയങ്കര രസമായിരുന്നു. ഞാനൊരു ഏപ്രിൽ മെയ് ടൈമിലാണ് പോയത്. അപ്പം നാട്ടിലത്തെ ചൂടിൽ നിന്ന് ഒരു റിലീഫിന് വേണ്ടിയിട്ട് കൂടിയാണ് ഞാൻ പോയത് ഇവിടേക്ക്. ഭയങ്കര ഭംഗിയാണ് കാണാനായിട്ട് ദി എൻറ്റയർ. അപ്പോൾ കൂടുതലും ഞാൻ ഈ വീഡിയോസിൽ നേച്ചറിനെ കുറിച്ചായിരിക്കും മെയിനായിട്ട് പറയണേ. അവിടുത്തെ നേച്ചറും കാര്യങ്ങളൊക്കെയാണ് എല്ലായിടത്തും ഞാനിപ്പോൾ എടുത്തു വെച്ചേക്കുന്ന വീഡിയോ ആണെങ്കിലും മിക്കതിലും നേച്ചറായിരിക്കും ഏറ്റവും കൂടുതലായിട്ട് കാണുന്നത്. അപ്പം ഞങ്ങളിത് ഇപ്പോൾ മേഘാലയയിൽ ഞങ്ങൾ താമസിക്കുന്ന സ്ഥലത്തിൻ്റെ ഏകദേശം ഒരു സ്ഥലത്ത് എത്തി. നിങ്ങൾക്ക് കാണാൻ പറ്റും റോഡ്, ട്രീസ്, ദേ വർ ലിറ്ററലി ലൈക്ക് സോ ബ്യൂട്ടിഫുൾ. എന്താ പറയുക, നമുക്ക് കണ്ണുകൾക്കൊക്കെ ഭയങ്കര റിലീഫ് എന്നൊക്കെ വേണമെങ്കിൽ പറയാമല്ലോ. സെയിം തിങ്. ഇത് അവിടുത്തെ ഒരു സിറ്റിയാണ് ഷിലോങ്ങിൽ നമ്മൾ എത്തി. ഇവിടെയായിരുന്നു എൻ്റെ ഫസ്റ്റ് ഡേ, ഇവിടെയായിരുന്നു എൻ്റെ റൂമും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഡ്രൈവർ എന്നെ ഡയറക്റ്റ് എയർപോർട്ടിൽ നിന്ന് പിക്ക് ചെയ്തിട്ട് എന്നെ റൂമിൽ ഡ്രോപ്പ് ചെയ്യായിരുന്നു. എനിക്ക് തോന്നുന്നു ലാസ്റ്റ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അടുത്ത ദിവസം ഞാൻ റെഡി ആയിട്ട് ഞാനൊരു ട്രെക്കിങ്ങിന് പോവുകയാണ്. അപ്പോൾ അതിൽ ഞാനൊരു സ്ഥലം കണ്ടപ്പോൾ വണ്ടി നിർത്തിയിട്ട് ഡ്രൈവറിനോട് കുറച്ച് വീഡിയോസും ഫോട്ടോസും എടുത്ത് തരാൻ പറയുന്ന ഒരു സെഗ്മെൻറ്റാണ് ഇത്. നിങ്ങൾക്ക് അടുത്ത വീഡിയോയിൽ കാണാൻ പറ്റും ഞാൻ പുള്ളിയോട് പറയണത് ലിറ്ററലി. സോ പുള്ളി ഹി വാസ് സച്ച് എ ജെന്റിൽമാൻ ആൻഡ് എ വെരി വെരി ഗുഡ് ഗൈ. ഞാനപ്പോൾ എൻ്റെ ട്രെക്കിങ്ങിൻ്റെ സ്ഥലം ഏകദേശം എത്തിക്കഴിഞ്ഞു. ഇതിൻ്റെ സ്റ്റാർട്ടിങ്ങും എൻഡിങ്ങും അങ്ങനെയൊന്നുമില്ല. പക്ഷേ അവിടെ കുറേ വാട്ടർഫാൾസ് ഉണ്ട്. മെയിനായിട്ട് ഇഷ്ടംപോലെ വാട്ടർഫാൾസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ ഒരു വാട്ടർഫാൾസിൽ എത്തണമെങ്കിൽ നമ്മൾ അത്യാവശ്യം ട്രെക്കിങ് ചെയ്യണം. അപ്പം അത്യാവശ്യം എന്ന് പറഞ്ഞാൽ കുറച്ച് കൂടുതൽ സ്റ്റെപ്പുകൾ മാത്രമായിട്ട് ഏകദേശം 2500 സ്റ്റെപ്പ് ഉണ്ട് നമ്മൾ ആ ഒരു ട്രെക്കിങ് അവസാനിക്കും. പിന്നെ സ്റ്റെപ്പ് അല്ലാണ്ട് വഴികളുണ്ട്. സ്റ്റെപ്പ് മാത്രമാണ് ഞാൻ ഈ പറഞ്ഞ 2500. അപ്പം അതൊരു ചാലഞ്ചിങ് സംഭവമായിരുന്നു. ഇനി വരുന്ന വീഡിയോസ് മൊത്തം അതായിരിക്കും. ഞാൻ അവിടുത്തെ ഒരു സീനറി കാര്യങ്ങൾ എനിക്ക് എൻ്റെ കൈ കിട്ടുന്ന എല്ലാ സീനറിയും ഞാൻ വിടാണ്ട് ഞാൻ വീഡിയോയിൽ എടുത്തിട്ടുണ്ട്. ആൻഡ് കണ്ടോ, ഇതാണ് ഞാൻ പറഞ്ഞ സ്റ്റെപ്സ്. ഓക്കെ, എനിക്ക് സത്യം പറഞ്ഞ വാട്ടർഫാളിൻ്റെ പേരൊക്കെ ഞാൻ മറന്നുപോയി. നമ്മൾ ഇതുപോലത്തെ ഒരു 2500ഓളം സ്റ്റെപ്പ് ഉണ്ട്. സത്യം പറഞ്ഞാൽ ഞാൻ ഇറങ്ങണ സമയത്ത് ഞാൻ ഒട്ടും അറിഞ്ഞിരുന്നില്ല ഇത് എത്രത്തോളം എന്താ പറയുക ഉണ്ടെന്നുള്ളൊരു കാര്യം. ഇറങ്ങുമ്പോൾ നല്ല സുഖമായിരുന്നു. അപ്പോൾ ആ ഫ്രണ്ടിൽ പോണതാണ് എൻ്റെ ഡ്രൈവറും അതിൻ്റെ ഫ്രണ്ടിൽ പോണ വ്യക്തിയാണ് എൻ്റെ ഗൈഡും. അപ്പോൾ അവിടെ കുറച്ച് പേര് നമുക്ക് ഗൈഡായിട്ട് നിൽക്കുന്നുണ്ടാവും. അവരായിരിക്കും നമ്മളെ വഴി കാണിച്ചത്. ബിക്കോസ് ഇറ്റ്സ് എ വെരി വെരി ലോങ് വേ. അപ്പോൾ ഇതാണ് എൻ്റെ ഗൈഡ്. അത്യാവശ്യമുണ്ട് പോകാനായിട്ട്. ഞാൻ ഏറ്റവും പുറകിൽ വന്നെ കണ്ടിട്ട് അവർ രണ്ടുപേരും നിന്നതാണ്. കാരണം കുറച്ച് കഴിയുമ്പോൾ എന്തായാലും വയ്യാണ്ടാവുമല്ലോ. നടക്കാൻ ഇത്ര കഷ്ടപ്പാടൊക്കെ ഉണ്ടെങ്കിലും ശരിക്കും പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ
ആ ഒരു വ്യൂ, ആ ഒരു ഭംഗിയുണ്ടല്ലോ ഈ ഹോൾ നമ്മുടെ ത്രൂ ഔട്ട് ദ വേ, അത് എക്സെപ്ഷണലാണ്. നമുക്ക് എന്താ പറയുക, നമ്മുടെ നാട് പോലെയൊക്കെ ഇരിക്കും. ഞാൻ നാട്ടിലിങ്ങനെ പോയിട്ടുണ്ട് കുറേ സ്ഥലം, പക്ഷേ ഇത് കുറച്ചും കൂടി എനിക്ക് ഭംഗി തോന്നി. തണുപ്പുണ്ടായിരുന്നു, മേഘങ്ങളുടെ ഇടയിൽ ഈ മഞ്ഞ് നമ്മുടെ തൊട്ടടുത്ത് നമുക്കിങ്ങനെ കാണാൻ പറ്റും. ഈ ഒരു വീഡിയോ കണ്ടോ, എനിക്ക് അത് മഴ ചെറുതായിട്ട് ചാറുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ക്ലൈമറ്റ് മൊത്തത്തിൽ ചേഞ്ച് ആയിരുന്നു. ചൂടൊന്നുമില്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ, മൊത്തത്തിൽ ചേഞ്ച് ആയിട്ട് ഇതാണ് ആ ഒരു വ്യൂ. ട്രക്കൊക്കെ ചെയ്ത് ഞാൻ ഇങ്ങനത്തെ ഒരു സ്പോട്ടിലെത്തി. ഇത് ആക്ച്വലി ഒരു ഇങ്ങനെ എന്താ പറയുക, അരുവി എന്നൊക്കെ വേണമെങ്കിൽ പറയാമെന്ന് തോന്നുന്നു. ഐ ഡോണ്ട് നോ ഇഫ് ഐ ആം റോങ്. അപ്പോൾ അങ്ങനത്തെ ഒരു സ്ഥലമാണിത്. ഓക്കെ, പിന്നെ ഇത് കഴിഞ്ഞിട്ട് ഇതൊക്കെ ഞാൻ ഈ കാണിക്കുന്നത് ഇതിൻ്റെ സ്റ്റെപ്പ് മാത്രമല്ലാണ്ട് ഇതുപോലത്തെ കുറച്ച് ബ്രിഡ്ജ് കടക്കണം, പിന്നെ കുറേ കല്ലുകളും അങ്ങനെയൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ തന്നെ. സ്റ്റെപ്പ് മാത്രമല്ല ഈ ട്രക്കിങ്ങിൻ്റെ ഉള്ളിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത്. പിന്നെ ഈ ഒരു പാലം മൊത്തത്തിൽ തുരുമ്പ് പിടിച്ച് മൊത്തത്തിൽ ഇപ്പോൾ ഇളകാറായിട്ടുള്ള രീതിയിലായിരുന്നു ഇരുന്നത്. എൻ്റെ ഡ്രൈവർ ചേട്ടനാണ് എനിക്കിത് എടുത്ത് തന്നത് ബാക്കിയുന്നതോടെ ഞാനിങ്ങനെ എത്തി നോക്കുന്നത്. പക്ഷേ കൊള്ളായിരുന്നു, ഒരു പുതിയ എക്സ്പീരിയൻസ് ആണ് ഇതൊക്കെ. ഇതാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്, എത്ര നാരോ ഒരു വേ ആണ്. അതിൻ്റെ രണ്ട് സൈഡിലും വെള്ളമാണ്. നടുക്കേക്കടെ ഇങ്ങനെ ഒരു സംഭവം അവർ പിടിപ്പിച്ചത്. എനിക്കൊന്ന് കുറേ കൊല്ലങ്ങളായി ഈ ഒരു പാലം പണിതിട്ട്. എൻ്റെ ഗൈഡും അതിനെക്കുറിച്ച് എന്തോ പറഞ്ഞായിരുന്നു, പക്ഷെ ഞാനിപ്പോൾ ഓർക്കണില്ല. പിന്നെ ഇതാണ് അതിൻ്റെ അടുത്ത സ്പോട്ട്. ഞാനൊരു ഫോട്ടോ എടുക്കാമെന്നും പറഞ്ഞ് ഞാൻ ഇറങ്ങിയതാണ്. പിന്നെ അവസാനം കയറാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടി. ഫോട്ടോ ഒക്കെ കിട്ടി, പക്ഷെ പിന്നെ ഞങ്ങൾ ഒരു സ്ഥലത്തെത്തി, ഒരു സ്പോട്ടിലെത്തി, കുറച്ച് റെസ്റ്റൊക്കെ ചെയ്യാൻ. ഇതൊരു അരുവി എന്താണെന്ന് എനിക്കറിയില്ല, പക്ഷെ വെള്ളം അത്രയ്ക്കും ക്ലിയർ ആയിരുന്നു. ഇപ്പോൾ ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും എത്ര ക്ലിയർ ആണെന്ന് വെള്ളം, അതുപോലെ ക്ലിയർ ആയിരുന്നു. പിന്നെ ഈ ഒരു ഹോൾ ഇത് കഴിഞ്ഞിട്ട് ഇവിടെ വന്ന് റെസ്റ്റ് ചെയ്യാൻ ഭയങ്കര സുഖമായിരുന്നു. അതിൻ്റെ അടുത്ത് കുറച്ചൊരു കടയൊക്കെ എന്തോ ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ വീണ്ടും കണ്ടിന്യൂ ചെയ്തു. ഇത് അവിടുത്തെ ഫേമസ് ഡബിൾ ഡെക്കർ ബ്രിഡ്ജാണ് കേട്ടോ. അവിടുത്തെ മാത്രമല്ല, വേൾഡിലെ ഒരു ഫേമസ് ഡബിൾ ഡെക്കർ ബ്രിഡ്ജ്. ആൻഡ് ദെൻ അഗെയിൻ നമ്മൾ നമ്മുടെ ജേർണി ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യാണ്. ഇതൊക്കെ അതിൻ്റെ ഓരോരോ സ്ഥലത്തുള്ള ഒരു ഇതാണ്. മഴയും കൂടി പെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ മൊത്തത്തിലൊന്ന് തെന്നിയൊക്കെ കിടക്കുകയായിരുന്നു. പക്ഷെ നമ്മൾ കാടിൻ്റെ ഇടയ്ക്കിടെ ഇങ്ങനെ പോകുമ്പോൾ ഒരു ഇതുണ്ടല്ലോ, അത് നൈസായിരുന്നു. പിന്നെ നമ്മൾ വാട്ടർഫാൾസിന് അടുത്ത് എത്താറായി. ഈ ഒരു സ്ഥലം ഉണ്ടല്ലോ, ഇത് ഭയങ്കര പാടായിരുന്നു. എൻ്റെ ബാഗൊക്കെ അവസാനം ചേട്ടൻ്റെ കയ്യിൽ കൊടുത്തു. ഈ ഒരു ഏരിയ ഭയങ്കര പാടായിരുന്നു ഇറങ്ങാനായിട്ട്. അപ്പോൾ പുള്ളി ഞാൻ തെന്നി വീണ പിന്നെ പോയല്ലോ, അപ്പോൾ അതുകൊണ്ടാണ് ഇടയ്ക്കിടയ്ക്ക് തിരിഞ്ഞ് നോക്കുന്നത് ഞാൻ സേഫ് അല്ലേ എന്ന്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു നേരത്തെ, ഹീ വാസ് സച്ച് എ ജെന്റിൽമാൻ. അപ്പോൾ പിന്നെ ഞാനിങ്ങനെ എങ്ങനെയൊക്കെയോ ഇറങ്ങി. നമ്മൾ എത്താറായി, ഒരുവിധം എത്താറായി എന്നാണ് പറയണത്. നമ്മൾ ഫൈനലി എത്തി. ഇപ്പം അതിൻ്റെ എല്ലാ സന്തോഷമൊന്നും പറയാൻ പറ്റില്ല, ചത്തു. തിരിച്ചതൊക്കെ കയറണമെന്ന് ആലോചിച്ചിട്ടുള്ള ഒരു സങ്കടം എൻ്റെ മുഖത്ത് ഉണ്ട് ശരിക്കും പറഞ്ഞാൽ.
പക്ഷേ ഇപ്പോൾ പയ്യനെ പയറങ്ങി ഈ ഒരു വാട്ടർഫാൾ കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ടതായിരുന്നു. എനിക്ക് തോന്നുന്നു ഒരു 5 മണിക്കൂർ 4 മണിക്കൂറെങ്കിലും ഉണ്ടാവും ഈ ട്രക്കിംഗ് മൊത്തം, ലൈക്ക് ഫുൾ. ഞാൻ ഈ ഒരു വാട്ടർഫാളിൻ്റെ പേര് ശരിക്കും പറഞ്ഞാൽ മറന്നുപോയി, പക്ഷേ ഇപ്പോൾ ഞങ്ങൾക്ക് കാണാൻ പറ്റും. ബട്ട് ഇറ്റ് വാസ് ബ്യൂട്ടിഫുൾ അറ്റ് ദി എൻഡ്. ഇറ്റ് വാസ് ബ്യൂട്ടിഫുൾ ദോ. യെസ്, പിന്നെ ഞാൻ അവിടെ നിന്നൊരു മാഗിയൊക്കെ വാങ്ങിച്ചു വെച്ചു. നെക്സ്റ്റ് ഡെസ്റ്റിനേഷനിലോട്ട് ഞങ്ങൾ പോവാണ്. അപ്പം ഞാൻ തന്നെ ഐറ്റിനറി ഉണ്ടാക്കി, ഞാൻ തന്നെ പ്ലാൻ ചെയ്ത ഒരു സോളോ ട്രിപ്പാണിത്. സോ അപ്പോൾ അതിൻ്റെ നെക്സ്റ്റ് സ്പോട്ടിലേക്കുള്ളൊരു വേ ആയിരുന്നു അത്. ആൻഡ് ദെൻ അടുത്തത് നെക്സ്റ്റ് ഡേ ഞാൻ പറഞ്ഞല്ലോ ഇത് ബിറ്റ്സ് ആൻഡ് പീസസ് ആണ്. അടുത്ത് നമ്മൾ പോകാൻ പോകുന്നത് ഏഷ്യയിലെ തന്നെ ക്ലീനസ്റ്റ് വില്ലേജ് എന്നറിയപ്പെടുന്ന മൗണ്ടൻ ലോങ് വില്ലേജിലേക്കായിരുന്നു. ഞാൻ പറഞ്ഞില്ല, ഈ വീഡിയോ മൊത്തത്തിൽ ഒരു ബിറ്റ്സ് ആൻഡ് സംഭവമൊക്കെയാണ്, കുറച്ച് സാധനങ്ങളുള്ളൂ. പക്ഷെ അതിൻ്റെയൊക്കെ ലാസ്റ്റ് ഞാൻ സത്യം പറഞ്ഞ ഇമേജസ് ഇട്ടിട്ടുണ്ട്. പിന്നെ ഇത് കഴിഞ്ഞിട്ട് നമ്മൾ പോയത് ഡൗക്കി റിവറാണ്. ശരിക്കും പറഞ്ഞാൽ ഇത് വൺ ഓഫ് ദ ക്ലീനസ്റ്റ് റിവറായിരുന്നു. ഭയങ്കര പച്ച കളറൊക്കെ ആയിരുന്നു. പക്ഷെ ആ സമയത്ത് മഴ പെയ്തപ്പോൾ ഇത് മൊത്തത്തിൽ കലങ്ങിപ്പോയി. അപ്പോൾ അതുകൊണ്ടാണ് ഡൗക്കി റിവർ ഈ കളറിൻ്റെ വീഡിയോസിലിരിക്കുന്നത്. പക്ഷെ ഞാൻ ഇത് എക്സ്പെക്റ്റ് ചെയ്തിട്ടല്ല പോയത്. പക്ഷേ എന്തുകൊണ്ടോ ഭാഗ്യമില്ല, നമുക്ക് ആ ഒരു പച്ച കളർ, ഒരു ഗ്രീനിഷ്, ഒരു ബ്ലൂ കളറായിരുന്നു ഈ റിവർ. കാണാൻ ഭാഗ്യം ഉണ്ടായിരുന്നില്ല. ബട്ട് ഇറ്റ്സ് ഓക്കെ.
ഇത് കഴിഞ്ഞിട്ട് നമ്മൾ ലാസ്റ്റ് പോയതാണ്. ഇങ്ങനെ രുദ്രാക്ഷത്തിൻ്റെ ഒരു ഫോറസ്റ്റാണിത്. ഇവിടെയാണ് നമ്മൾ രുദ്രാക്ഷമൊക്കെ ഇവർ ഉണ്ടാക്കുന്നത്. പുള്ളി അപ്പോൾ അതിൻ്റെ ബാക്ക് സ്റ്റോറി പറയായിരുന്നു. അവിടെ ഇതുപോലെ തന്നെ ഒരു ഗൈഡ് ഉണ്ടായിരുന്നു. ബട്ട് പുള്ളി ഭയങ്കര സ്വീറ്റായിരുന്നു. പിന്നെ ഈ ഒരു ഫോറസ്റ്റിൽ എന്തൊക്കെയോ കുറേ ഐതിഹ്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിൻ്റെ ഉള്ളിൽ നിന്നൊന്നും പുറത്തേക്ക് എടുത്തുകൊണ്ട് പോകാൻ പാടില്ല, അങ്ങനെയൊക്കെ കുറച്ച് കാര്യങ്ങളുണ്ട്. ഇതിനെ പുറത്തേക്ക് വരുമ്പോൾ ഇങ്ങനത്തെ ഒരു ഒരു സ്ഥലം കാണാം. പണ്ടത്തെ എന്തോ ഒരു വില്ലേജ് ആയിരുന്നു അവിടുത്തെ. പേരൊക്കെ എനിക്ക് ഓർമ്മയുണ്ടായിരുന്നു, പക്ഷെ ഇപ്പോൾ ഓർമ്മയില്ല. ഐ എം സോ സോറി. ഈ ഒരു വ്യൂവും നല്ല രസമായിരുന്നു. നമ്മൾ പോയ ടൈമിൽ അധികം തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. ഇങ്ങനെ കുറച്ച് ടൂറിസ്റ്റൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് വലിയൊരു തിരക്കും ഇല്ലാണ്ട് നമുക്ക് നൈസായിട്ട് എൻജോയ് ആക്കിയിട്ട് വരായിരുന്നു. അങ്ങനെ ഞാൻ എൻ്റെ ട്രിപ്പ് അവസാനിപ്പിച്ച് തിരിച്ച് എയർപോർട്ടിലോട്ട് പോണതാണിത്. ഇത് കഴിഞ്ഞിട്ട് എൻ്റെ ഡ്രൈവർ ചേട്ടൻ എന്നെക്കുറിച്ച് പറയണതാണിത്. बहुत मजा आया आपके साथ, आपके जैसा गेस्ट लाइफ में पहली बार मिला। तो जो रियल है भाई वो रियल है. हम लोग रियल बात बोलते हैं. मलयालम वर्ड्स कौन सा? मलयालम वर्ड्स सीखा. चूड़ मीन्स गर्मी, और पोड़ी मीन्स पाउडर, है ना. और पोडी मीन्स गर्ल्स, ओडा मीन्स लड़का, और बाकी याद नहीं. And this was the end to a beautiful solo trip. എൻ്റെ ലാസ്റ്റ് കുറച്ച് പിക്ചേഴ്സാണ് ഞാൻ ഇതിൽ ആഡ് ചെയ്യുന്നത്. ആൻഡ് ഐ എം റിയലി ഗ്രേറ്റ്ഫുൾ ഫോർ വാട്ട് ഐ ഡിഡ്. ഭയങ്കര ഗ്രേറ്റ്ഫുള്ളാണ് ഞാൻ എൻ്റെ ഈ ലൈഫിനോട്. ഐ ഡിഡ് ഓൾമോസ്റ്റ് ഓൾ ദ തിങ്സ് വിച്ച് മേക്സ് മീ ഹാപ്പി. And thank you guys for watching this video, and if you like the video, please do subscribe, give me suggestions, and that's it. Thank you everybody.